എന്റെ ദൈവമേ, എന്തൊക്കെയാ ഇപ്പൊ ഈ കേൾക്കണത്? ഇപ്പോഴത്തെ ഈ പിള്ളേരുടെ ഓരോ ലീലാവിലാസങ്ങളെ 13 വയസ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ ആ സമയത്തൊക്കെ ഈ എട്ട് പൊട്ടും തിരിയാത്ത പ്രായം കൊച്ചു കുട്ടികളായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇനി അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. കാരണം കാലം മാറി, കഥ മാറി, ജനറേഷൻ മാറി വന്നപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ കേൾക്കാത്ത കേൾക്കും, കാണാത്ത കാണും, അന്ത്യകാലം എടുക്കുമ്പോൾ കലികാലം എന്നൊക്കെയല്ലേ പറയുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ തലമുറ ആർഭാടത്തിനാണ് രക്തബന്ധങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ എത്ര കൊലകളാണ് നടക്കുന്നത് അല്ലേ? അതും രക്തബന്ധത്തിലുള്ളവരാണ് കൂടുതലും എന്ന് തോന്നുന്നു. കൊലപാതകങ്ങൾ കൂടി വരികയാണ്, പ്രത്യേകിച്ച് ഫോണുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ. ഇപ്പോഴത്തെ ന്യൂസ് ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് 13കാരി സ്വന്തം മുത്തശ്ശനെ മറ്റുള്ള കൗമാരക്കാർ, ആ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂട്ടുകൂടി അവരെ കൊണ്ട് കൊല ചെയ്യിപ്പിച്ചു. ഐഫോൺ വാങ്ങിക്കുന്നതിനായി. ആ സുഹൃത്തുക്കൾ എന്തിനാണ് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തത്? അവർക്ക് ബൈക്ക് മേടിക്കുന്നതിന്. എന്താല്ലേ കഥ? എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? അത് കൊല ചെയ്യുക മാത്രമോ? ആ കൊല ചെയ്യുന്ന ദൃശ്യം ഈ പെൺകുട്ടിയെ മൊബൈൽ ഫോണിൽ ലൈവായി കാണിച്ചു കൊടുത്തിരിക്കുന്നു ഈ സുഹൃത്തുക്കൾ. ഈ കൊല ചെയ്ത സുഹൃത്തുക്കളുടെ അടുത്ത് ഈ പെൺകുട്ടി വീട്ടിലെ ഇന്ന സ്ഥലത്ത് ആഭരണങ്ങളുണ്ട്, പണമുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ മുത്തശ്ശൻ്റെ ഒരു മകള് പ്രസവ സംബന്ധമായി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം അങ്ങോട്ട് പോയേക്കുമായിരുന്നു. മുത്തശ്ശനും ഈ പെൺകുട്ടിയും താമസിച്ചുകൊണ്ടിരുന്നത്. മുത്തശ്ശൻ 2 പെൺകുട്ടികളാണ്ട് ആ 2 പെൺകുട്ടികൾക്കും വീട് പണിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി സ്വാഭാവികമായി വിചാരിച്ചത് 2 വീടുകൾ പണിത് കൊടുക്കുമ്പോൾ തീർച്ചയായും പണം ഉണ്ടെന്നാണ്. അങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആ വാടക വീടിൻ്റെ പിൻവശത്തുള്ള ഓടൊക്കെ പൊളിച്ച് ഇറങ്ങിയാണ് ഈ പിള്ളേർ ഈ മുത്തച്ഛൻ്റെ വായൊക്കെ കെട്ടി കഴുത്ത് ഞെരിച്ചോ കഴുത്തിലൊക്കെ കുടുക്കിട്ട് കൈയും കാലൊക്കെ വെട്ടിക്കളഞ്ഞ് അതിക്രൂരമായാണ് കൊന്നിരിക്കുന്നത്. എങ്ങനെ ഈ കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമകളും ഇപ്പം എന്തുണ്ടെങ്കിലും ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആണല്ലോ കൂടുതലും കാണിക്കുന്നത്. ഇന്നലൊക്കെ വല്ല പ്രചോദനം കൊണ്ടായിരിക്കാം പിള്ളേരെ ഇപ്പോൾ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിക്കാണല്ലോ ഇങ്ങനെ ഒരാളെ കൊല്ലാം. ഇപ്പം മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ജീവിതമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറിയെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറ. ഐഫോൺ കഞ്ഞിക്കില്ലെങ്കിലും ലോൺ എടുത്തോ എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാർ ഫോൺ മേടിക്കുന്നു. കയ്യിലിരിക്കുന്ന ഫോൺ കാണുമ്പോൾ അറിയാം ആള് പൈസ ഉള്ള ആളാണോ അല്ലയോ എന്നൊക്കെ. അങ്ങനെയൊക്കെ നോക്കിയാണല്ലോ ഒരാൾക്ക് വിലയിടുന്നത്. ഇത്തരം കുട്ടി ക്രിമിനൽ വർദ്ധിക്കാനുള്ള കാരണം തന്നെ നമ്മുടെ ദുർബലമായ നിയമ സംവിധാനം തന്നെയാണ്. ഈ കൊല ചെയ്യപ്പെട്ട മുത്തശ്ശൻ എന്ന് പറയുന്ന ആള് സ്വർണ്ണമാല ധരിച്ചിരുന്നു. 6 പവനെങ്ങാണ്ടായിരുന്നു ആ മാല. അപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറ്റവാളികളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അവരെ കുറ്റവാളികളിൽ നിന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. മറ്റുള്ള കുട്ടികൾ ഇനി ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ലാത്ത രീതിയിലുള്ള നടപടികൾ തന്നെ ഈ കുറ്റവാളികൾക്കെതിരെ വേണം. നമ്മളോർക്ക് ഈ പ്രായത്തിലെ കുട്ടികൾ ഇത്ര ക്രിമിനൽ രീതിയിലൊക്കെ ചിന്തിക്കുമായിരിക്കാം. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു സ്വന്തം ചേച്ചീനെ ഒരു അനിയത്തി കൊന്നു കളഞ്ഞു. മേശയുടെ കാലിൽ ആ കുട്ടി തട്ടി വീണാണ് എന്നൊക്കെയാണ് വീട്ടുകാരോട് പറഞ്ഞത്. ഈ പെൺകുട്ടിയും ആ സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ആ കേസ് തെളിഞ്ഞു. ഈ പെൺകുട്ടിയാണ് ആ ചേച്ചി എന്ന് പറഞ്ഞ സഹോദരിയെ കൊന്നുകളഞ്ഞത്. കാമുകനുമായി ഈ പെൺകുട്ടി വീട്ടിൽ ഉള്ള സമയത്താണ് ചേച്ചി ഇത് കണ്ടുപിടിച്ചു. അങ്ങനെ ചേച്ചീനെ ഈ പെൺകുട്ടി കൊന്നുകളഞ്ഞാണ്. ആ പെൺകുട്ടിക്ക് അന്ന് 13 വയസ്സുള്ളൂ. ഗ്രീഷ്മ വധം ആണ് മരണപ്പെട്ട പെൺകുട്ടിയുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കുറ്റവാളികൾ ഒരിക്കലും പുറലോകം കാണാത്ത രീതിയിൽ തന്നെ ഇവരെ അകത്തിടണം. അട്ടേഷൻ കൊടുത്ത് കൊല്ലാനുള്ളൊരു ക്രിമിനൽ വാസന ഉണ്ടെങ്കിൽ ഇതുങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഏതെങ്കിലും രീതിയിൽ ഇവർ പുറത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമൊക്കെയാവും. കുറ്റകൃത്യങ്ങൾക്കെതിരെ നല്ല ശക്തമായ നിയമമൊക്കെ വരും. വെറും അക്ഷരജ്ഞാനം മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. മാതാപിതാക്കളെ അല്ലെങ്കിൽ രക്തബന്ധങ്ങളെ സ്നേഹിക്കും. അവർ നമുക്ക് ആവശ്യമുള്ളതാണ്, അവർക്ക് നമ്മളെ ആവശ്യമുള്ളതാണ്. ഇങ്ങനെയുള്ള ജ്ഞാനം, അറിവൊന്നും ഇല്ലാതെയാണ് ഈ കുട്ടികളിപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദാരുണമായ സംഭവം കേരളത്തിൽ തന്നെയാണ്, ആലപ്പുഴ ജില്ലയിലാണ്. പെൺകുട്ടിയുടെ പിതാവ് ഉപേക്ഷിച്ചു പോയതാണ്. ആ പെൺകുട്ടിയുടെ അമ്മ വിദേശത്താണ്. അപ്പോൾ 2ാമത് വിവാഹം ചെയ്ത് ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. പിന്നെ ആള് ഒരു അന്തർമുഖയായ കുട്ടിയായിരുന്നു എന്നാണ്. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? രാജശേഖരൻ ചെട്ടിയാർ, അദ്ദേഹം കൊല്ലത്ത് നിന്ന് ആണ് ആലപ്പുഴയിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നത്. ക്രൂരകൃത്യം നടത്തിയ കുട്ടികൾ കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ മണിക്കൂറോളം കിലോമീറ്ററോളം യാത്ര ചെയ്താണ് വന്ന് ഈ കരുവാറ്റയിൽ വന്ന്
ഇത്തരം ക്രൂരമായ രീതിയിൽ കൊലപാതകം നടത്തിയത്. ഈ പെൺകുട്ടി തന്നെയാണ് വാതില് അകത്തുനിന്ന് പൂട്ടിയേക്കുവാണ്, എന്തോ സംഭവിച്ചു നാട്ടുകാരേക്ക് വിളിച്ചു വരുത്തിയത്. മരണപ്പെട്ട ആളിൻ്റെ ആ ചടങ്ങുകൾ നടത്തുന്ന ദിവസം ഈ പെൺകുട്ടി പരീക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങി. ഇതാണ് പോലീസുകാർക്ക് സംശയം ഉണ്ടാക്കാനിടയാക്കിയത്. പെൺകുട്ടിയുടെ ഈ സൗഹൃദങ്ങൾ കൂടുതൽ ആണും സുഹൃത്തുക്കളാണ് ഉള്ളതെന്നാണ് ഒത്തിരി കൺട്രോൾ ചെയ്തു അമ്മയുടെ പിതാവ്. അതാണ് ഈ പെൺകുട്ടിക്ക് കൂടുതലും അദ്ദേഹത്തോട് ദേഷ്യം വന്നത് എന്നാണ്. മാസങ്ങളോളം എടുത്തുള്ള പ്ലാനായിരുന്നു. വിഷം കൊടുത്തു കൊല്ലാനും വാഹനം ഇടിപ്പിച്ച് കൊല്ലാനും തമിഴ് സിനിമയുടെ കൊലപാതക രീതിയൊക്കെ ആസൂത്രണം ചെയ്തായിരുന്നു. എന്തോ കെട്ടിടത്തിന് മുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കല്ല് എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയാണോ അവർക്ക് സന്ദർഭം ഒത്തു വന്നു. വീട്ടിലാരുമില്ല. പെൺകുട്ടി ഇടയ്ക്ക് സുഹൃത്തിൻ്റെ വീട്ടിലെങ്ങാണ്ടാണ് രാത്രി കഴിഞ്ഞുകൊണ്ടിരുന്നതെന്നാണ്. ഇടയ്ക്ക് എങ്ങാണ്ടാണ് മരിച്ച ആളുടെ അടുത്തോട്ട് വരുള്ളായിരുന്നു. അങ്ങനെ കൊലപാതകം നടന്ന ദിവസം ആളില്ല എന്ന് അറിയിക്കാൻ വേണ്ടി ഈ പെൺകുട്ടി അന്നത്തെ ദിവസവും അവിടെ ഇല്ലായിരുന്നു എന്നാണ് വാർത്തകളിലൊക്കെ. ഇപ്പോൾ പെൺകുട്ടിയെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പെൺകുട്ടിയുടെ സാഹചര്യം മോശമായതുകൊണ്ടാണെന്നൊക്കെയാണ്. പക്ഷേ ഇതിലെ സാഹചര്യം മോശമായ എത്ര കുട്ടികളുണ്ട് ഈ ചുവന്ന തെരുവിൽ, പിന്നെ മുംബൈയിലൊക്കെ ഉള്ള. അവരെല്ലാം ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ്. ബ്രോക്കൺ ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളാണ് കൂടുതലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ അപ്പോഴാണ് ഓർത്ത്, ഈ കേഡൽ രാജ എന്തായിരുന്നു കുടുംബത്തിന് കുഴപ്പം? എത്രയോ കോടികളുടെ ആസ്തിയുണ്ട്, എന്നിട്ടും അവരെ തട്ടിക്കളഞ്ഞു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ. സാഹചര്യങ്ങളൊന്നുമല്ല. ക്രിമിനൽ വാസന എന്ന് പറയുന്നത് അത് എന്താണ് പറയുന്നത്, ഒരുപക്ഷെ പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു വ്യത്യാസമൊക്കെ ആയിരിക്കാം ഇതുപോലെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ കൊല്ലുന്നത്. അതുപോലെ പെൺകുട്ടി രാത്രിയിലൊക്കെയാണ് മിക്കവാറും സഞ്ചാരം വീട്ടിൽ കയറി വരുന്നത്. അതിപ്പോൾ ഏത് മാതാപിതാക്കൾക്കും ആർക്കാണ് ഇഷ്ടപ്പെടുക? പ്രത്യേകിച്ച് ഒരു കൊച്ചു കുട്ടിയാണെന്ന് ഓർക്കണം. 10-13 വയസ്സേ ഉള്ളൂ. എന്തായാലും സാമ്പത്തികമുള്ള കൂട്ടത്തിൽ തന്നെയാണ്. അപ്പം പിന്നെ ഞാൻ പറയുള്ളൂ, ഈ പെൺകുട്ടി ഇത്തരത്തിലൊക്കെ ആസൂത്രണം ചെയ്ത് തിന്നിട്ട് ലിൻ്റെ ഇടയിൽ കയറി എന്നൊക്കെ പറയില്ലേ.